ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 3 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ നമ്മൾ കോണാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കോൺ മസാലയും ക്രീമി കോണും ബട്ടർ കോണും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത് ആദ്യം തയ്യാറാക്കാനായിട്ട് നമ്മൾ കോണൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോണിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് വേവിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇളക്കിയെടുത്ത ശേഷമാണ് വേവിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിന്. തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഈ കോണിന് ആവശ്യത്തിനുള്ള ഉപ്പെടുക്കണം. ഇപ്പോൾ കുറച്ച് വലിയ 2 കോണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട, ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. ഇത് വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഈ കോണെല്ലാം വെന്ത് കിട്ടീനി. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഫസ്റ്റ് തയ്യാറാക്കുന്നത് ബട്ടർ കോണാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിന്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 3 റെസിപ്പി അല്ലേ, ഇതിൽ നിന്ന് ഒരു ഭാഗം 3 ഭാഗമാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആ കോണിൻ്റെ 1/3 ഭാഗം ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ബട്ടറിൽ കറിഞ്ഞിട്ട് ഇതൊന്ന് മുരിഞ്ഞിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിന് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കുക എരിവിന് വേണ്ടി. ഇനി ഇത് എരിവില്ല, കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എരിവ് വേണമെങ്കിൽ ബട്ടറിൽ മാത്രം ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും ബട്ടർ കോൺ റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ക്രീമി കോൺ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് ഒന്ന് ചൂടാക്കാൻ വെച്ചിന്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം വൈറ്റ് സോസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തതിനാൽ മൈദേൻ്റെ ചെറിയൊരു സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേഗം തന്നെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. ഇതൊന്ന് കുറുകി വന്നാൽ എരിവിന് ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിന്. പിന്നെ ഉപ്പ് ഓൾറെഡി കോണിൽ അധികം ഉപ്പ് ഇട്ടണം, അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും എക്സ്ട്രാ ഉപ്പിട്ടിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കോൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാ അടിപൊളി ക്രീമി കോൺ റെഡിയായി. എന്നൊരു അടിപൊളി കോൺ റെസിപ്പിയാണ് മസാല കോൺ. ഇത് അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ. വലിയ ആൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ കോണും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയില്ലേ, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിന്. ആ വെളുത്തുള്ളി ഒന്ന് ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളിയില്ലേ, ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം കേട്ടോ, ചെറിയ സവാളൻ്റെ നേരെ പകുതി അത് കുറച്ച് ചേർക്കുക. പിന്നെ ചെറിയ കഷ്ണം തക്കാളിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ ചാട്ട് മസാലയില്ലേ, അതൊരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്നെല്ലാം കൂടി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള നമ്മളെ കോൺ മസാല കോണും റെഡിയായി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള 3 ടൈപ്പിൽ ചെയ്യാൻ പറ്റുന്ന കോണിൻ്റെ റെസിപ്പി കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മളെ മസാല കോണാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കോണെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ, ചാട്ട് ഐറ്റംസെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.